പ്രിയപ്പെട്ട കോഴഞ്ചേരി പൗരാവലിയുടെ പ്രേക്ഷകരെ, എല്ലാവർക്കും കോഴഞ്ചേരി പൗരാവലിയുടെ ലൈവിലേക്ക് സ്വാഗതം. കോഴഞ്ചേരി പൗരാവലി ഇന്ന് ലൈവുമായി എത്തുന്നത് നമ്മൾ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് കോഴഞ്ചേരി പത്തനംതിട്ട റോഡിലെ ട്രൈഫന്റ് ജംഗ്ഷനിൽ PWD റോഡിൻ്റെ സൈഡിലായി കൂട്ടിയിട്ടിരുന്ന തടികൾ തടസ്സമാണ് എന്ന് കാണിച്ചുകൊണ്ട് ലൈവും അതുപോലെ തന്നെ പത്രവാർത്തയും അതുപോലെ തന്നെ PWD അധികാരികൾക്ക് പരാതിയും നൽകിയിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉടനടി തന്നെ PWD അധികാരികൾ ഞങ്ങളെ വിളിച്ച് ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടനടി തന്നെ PWD അധികാരികൾ നടപടി സ്വീകരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. JCB കൊണ്ടുവന്ന് ആ സൈഡിലെ തടികളും എല്ലാം എടുത്തു മാറ്റുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരുടെ ഒരുപാട് നാളായിട്ടുള്ള ആവശ്യമായിരുന്നു. ഏകദേശം 1 വർഷത്തിലധികമായി ഈ തടികൾ ഇവിടെ ഇട്ടിരിക്കുകയായിരുന്നു. ഇത് കാരണം 10 ദിവസം മുമ്പ് ഒരു ബൈക്ക് യാത്രികൻ ഇവിടെ വന്ന് റോഡിൻ്റെ സൈഡിലുള്ള മതിലിൽ ഇടിച്ച് തൽക്ഷണം മരണപ്പെടുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ പൗരാവലി നടത്തിയ അന്വേഷണത്തിലാണ് മനസ്സിലായത് ഈ തടികൾ ഇവിടെ തടസ്സം സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കി PWD അധികാരികൾക്ക് പരാതി നൽകുകയായിരുന്നു. ഏതായാലും കോഴഞ്ചേരി പൗരാവലിയുടെ ഈ പരാതിക്ക് ഉടനടി പരിഹാരം കാണാൻ സാധിച്ചതിൽ ഞങ്ങളെ പൗരാവലിക്കും നാട്ടുകാർക്കും മതിയായ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ PWD അധികാരികൾ ഉടനടി പൗരാവലിയുടെ ആവശ്യം മാനിച്ചുകൊണ്ട് നടപടി സ്വീകരിച്ചതിന് കോഴഞ്ചേരി പൗരാവലി PWD അധികാരികളെ അഭിനന്ദിക്കുന്നു. ഇതുപോലെയുള്ള വിഷയങ്ങളിൽ നാട്ടുകാർക്ക് ദോഷം ചെയ്യുന്ന ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിലുമുണ്ട്. ഇതുപോലെയുള്ള നമ്മുടെ ഓരോ പ്രതികരണങ്ങൾ കൊണ്ടും ഒരു പക്ഷെങ്കിൽ ഒരു അപകടം കുറയ്ക്കാനും ഒരു ജീവൻ രക്ഷിക്കാനും സാധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. ഏതായാലും ഞങ്ങളുടെ ഈ ലൈവ് സംപ്രേഷണം കണ്ട എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് കോഴഞ്ചേരി പൗരാവലിക്ക് വേണ്ടി കോഴഞ്ചേരി പത്തനംതിട്ട റൂട്ടിൽ ട്രൈഫന്റ് ജംഗ്ഷനിൽ നിന്ന് ജോജി കാവുംപടിക്കൽ.